അയ്യപ്പൻ്റെ സ്വർണം കട്ടാൽ ഒന്നും സംഭവിക്കില്ല എന്ന ധാരണയിൽ പിന്നെയും പിന്നെയും കട്ടുമുടിച്ചവർ ഇന്ന് പൊതുജനത്തിന് മുന്നിലൂടെ കയ്യാമം വച്ചും അല്ലാതെയും പോലീസുകാരുടെ വലയത്തിൽ നടന്നു നീങ്ങുമ്പോൾ അയ്യപ്പൻ ചിരിക്കുന്നുണ്ടാകും. അയ്യപ്പൻ എന്തിനാണ് സ്വർണവും പണവുമെന്ന് ചിന്തിച്ച നിരീശ്വരവാദികൾ അയ്യപ്പൻ്റെ കാവലാളായി എത്തിയതിൻ്റെ അനന്തരഫലമാണിതെങ്കിലും തീർന്നിട്ടില്ല. അയ്യൻ്റെ പണവും മുതലും അപഹരിച്ച ഒരാളെയും അയ്യപ്പൻ വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം അത് അരവയറ് നിറയ്ക്കാനോ ഉടുതുണിക്ക് മറുതുണി വാങ്ങാനോ കിടപ്പാടമുണ്ടാക്കാനോ ഒന്നുമല്ല എന്നതുകൊണ്ട് തന്നെ. ആർത്തിമൂത്ത് പിന്നെയും പിന്നെയും വാരിക്കൂട്ടാൻ ഒത്തൊരുമയോട് നിന്നവർ വരിവരിയായി SITക്ക് മുന്നിലെത്തുമ്പോൾ തല കുനിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് കുറ്റബോധം കൊണ്ടൊന്നുമല്ല കേട്ടോ. മാധ്യമങ്ങൾ അറിഞ്ഞു പോകുമോ എന്ന ഭയം മാത്രം. ദൈവങ്ങളുടെ സ്വത്ത് മോഷ്ടിക്കുന്നവരെ അതിന് സ്വന്തം ജീവിതമോ ജീവനോ കൊണ്ടെങ്കിലും കണക്ക് പറയാതെ പോയിട്ടില്ല എന്ന് ഓർക്കേണ്ടതാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മോഷണ കഥയെങ്കിലും ഇവർക്കൊരു പാഠമാകേണ്ടതായിരുന്നു. 1981 ഏറ്റുമാനൂരപ്പൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണ്ണ വിഗ്രഹം മോഷ്ടിച്ച സ്റ്റീഫൻ പിന്നീട് മോഷണമുപേക്ഷിച്ച് ഭക്തനായി ജീവിക്കുന്ന കഥ നമ്മൾ മറന്നു പോകരുത്. ഈശ്വരഭക്തിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് സ്റ്റീഫൻ്റെ പിന്നീടുള്ള ജീവിതം. മോഷണ ശ്രമം മുതൽ വിഗ്രഹം ഒളിപ്പിച്ചതും പിടിക്കപ്പെട്ടതും പിന്നീടുള്ള ജയിൽ ജീവിതവും അതിനുശേഷമുള്ള വ്യക്തിജീവിതം വരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏറ്റുമാനൂരപ്പൻ സ്റ്റീഫനെ ശിക്ഷിക്കുകയായിരുന്നോ രക്ഷിക്കുകയായിരുന്നോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അയാൾ ഏറ്റുമാനൂരപ്പനെ മോഷ്ടിച്ചത് വിറ്റ് പണക്കാരനായി വിജയമല്യയെപ്പോലെ ആകാനല്ലായിരുന്നു. പക്ഷേ നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണം കട്ടവരോ കോടീശ്വരന്മാരാണ്. എന്നിട്ടും തികയാതെ പിന്നെയും പിന്നെയും കട്ടുമുടിക്കുന്നു. കണക്ക് പറയേണ്ടി വരും. SIT ഒഴിവാക്കിയാലും ദൈവത്തിൻ്റെ കോടതിയിൽ കണക്ക് പറയുക തന്നെ വേണം.